ഇതെന്നാന്നല്ലേ, ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓണാക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ഒരു വാളൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഈ പാകത്തിന് ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഇവിടെ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. 4 ഉണക്കമുളകും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഉള്ളി മുളകൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം കേട്ടോ. നമ്മൾ ഇവിടെ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ, ഉള്ളി, മുളക്, അതുകൂടാതെ ഇത് ഇവിടെ കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി, പിങ്ക് സാൾട്ട്, അതായത് കല്ലുപ്പില്ലേ, കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ ചമ്മന്തി പാകത്തിന് അരച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ശക്കലം പഴങ്കഞ്ഞിയും അതിൻ്റെ മേതലോട്ട് ശക്കലം മോരും ഈ ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ.